ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ ചില സ്ഥലങ്ങൾ, ചില കെട്ടിടങ്ങൾ, ചില നദികൾ എന്നിവ സംരക്ഷിച്ചിട്ടുള്ളത് കാണുന്നതും കേൾക്കുന്നതും ഏവരിലും കൗതുകവും വിജ്ഞാനവും വർദ്ധിപ്പിക്കുന്നതാണ്. ആ നിലയിൽ കാനഡയിലെ ചരിത്ര പൈതൃകങ്ങളായ ഒന്നാണ് റിഡോ കനാൽ. ഇത് നമുക്ക് കൗതുകവും വിജ്ഞാനവും പകരുന്നതാണ്. ഇത് വിനോദസഞ്ചാരികളുടെ പർദീസയാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ സ്കേറ്റിംഗ് റിങ്കാണിത്. ഇതിൻ്റെ നീളം 7.8 കിലോമീറ്ററാണ്. കാനഡ വികസിത പാശ്ചാത്യ രാജ്യമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭൂപ്രദേശമുള്ള രണ്ടാമത്തെ രാജ്യം. മിക്ക സ്ഥലങ്ങളും മഞ്ഞുമൂടി തണുത്ത് ജനവാസയോഗ്യമല്ലാത്ത ഇടം കൂടിയാണ് ഇവിടം. 10 സംസ്ഥാനങ്ങളും 3 കേന്ദ്ര ഭരണ പ്രദേശങ്ങളും ചേരുന്നതാണ് കാനഡ. ഏകദേശം 10-ൽ അധികം വലിയ നദികൾ ഇവിടെയുണ്ട്. നദികളിൽ പ്രധാനപ്പെട്ട ഒരു നദിയാണ് ഒട്ടവ നദി. ക്യൂബെക് സംസ്ഥാനത്തെ ഏറ്റവും നീളം കൂടിയതും സെന്റ് ലോറൻസ് നദിയുടെ പോഷക നദിയുമാണ് ഒട്ടവ നദി. കാനഡയിലെ കച്ചവട പ്രാധാന്യമുള്ള ഒരു പ്രധാന ജലപാതയാണ് ഒട്ടവ നദി. വേനൽക്കാലത്തെ ഒട്ടവ നദിയുടെ മനോഹാരിത ഒരു പ്രത്യേകത തന്നെയാണ്. മഞ്ഞുകാലത്ത് ഒട്ടവ നദിയിൽ ഒരു ഐസ് പ്രതലം രൂപപ്പെടുന്നതാണ് ഈ നദിയുടെ മറ്റൊരു പ്രത്യേകത. മഞ്ഞുപ്രതലം രൂപപ്പെട്ട ഒട്ടവ നദി ഒഴുകുന്ന ദൃശ്യമാണ് നാം ഇപ്പോൾ കാണുന്നത്. വിമി മെമ്മോറിയൽ ബ്രിഡ്ജിൽ നിന്നും നോക്കുമ്പോൾ നാം കാണുന്ന ഒട്ടവ നദിയാണ് ഇത്. കിലോമീറ്ററോളം ദൂരത്തിൽ ഈ നദിയിൽ മഞ്ഞ് മൂടിക്കിടക്കുന്ന കാഴ്ച ഭംഗിയുള്ളതാണ്. ദൈവവചനത്തിൽ നാം വായിക്കുന്നത് പോലെ ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പകൽ പകലിന് വാക്കുപൊഴിക്കുന്നു. രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല. ഈ നദിയുടെ ഒരു സൈഡിൽ വിശാലമായ ഒരു ഉദ്യാന കേന്ദ്രമാണ്. ഹോക്സ് ബാഗ് പാർക്ക് എന്ന പേരിലാണ് ഈ ഉദ്യാന കേന്ദ്രം അറിയപ്പെടുന്നത്. ഈ ഉദ്യാന കേന്ദ്രത്തിൽ നൂറുകണക്കിന് ആളുകൾ വന്ന് പോകാറുണ്ട്.
ഒട്ടോവയിൽ കാണുന്ന ഒരു പ്രത്യേകതരം അണ്ണാൻ, കറുത്ത നിറമുള്ള ഈ അണ്ണാനെ മിക്ക പ്രദേശങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയും. ഒട്ടവ നദിയിൽ കച്ചവട ആവശ്യങ്ങൾക്കായി നിർമ്മിച്ച റിഡോ കനാലാണ് സ്കേറ്റിംഗ് റിംഗായി ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ നിർമ്മാണം 1826-നും 1832-നും ഇടയിലാണ് നടന്നത്. അന്ന് പ്രധാനമായും ഇത് സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത്. റിഡോ കനാൽ നിർമ്മിക്കപ്പെട്ടത് ചെറിയ നദികളും തടാകങ്ങളും മനുഷ്യർ വെട്ടിയുണ്ടാക്കിയ തോടുകളെയും കൂട്ടിച്ചേർത്താണ് ഈ കനാൽ രൂപപ്പെടുത്തിയെടുത്തത്. (202 കിലോമീറ്റർ നീളമുള്ള ഈ നദി ഒട്ടോവയും ഒണ്ടാരിയോയിലെ കിങ്സ്റ്റൺ തടാകവുമായി ബന്ധിച്ചിരിക്കുന്നു. ഈ കനാൽ റിക്രിയേഷൻ ബോട്ടിംഗ് റൂട്ടായി സമ്മറിലും സ്കേറ്റിംഗ് റിംഗായി വിന്ററിലും ഉപയോഗിക്കുന്നു. മനുഷ്യനും പ്രകൃതിയും ഒത്തുചേർന്നപ്പോൾ ഈ കനാൽ ഒരു ചരിത്ര പൈതൃകമായി മാറി. സ്കേറ്റിംഗ് നടത്തുവാൻ വരുന്നവർ കനാലിൽ ഇറങ്ങുന്നത് ഇതുപോലെയുള്ള ബോട്ട് ജെട്ടിയിലൂടെയാണ്. ബോട്ട് ജെട്ടി മഞ്ഞ് മൂടിക്കിടക്കുകയാണ്. സഞ്ചാരികൾക്ക് വിശ്രമിക്കുവാനും സ്കേറ്റിങ്ങിന് ആവശ്യമായ ഷൂസും വസ്ത്രങ്ങളുമെല്ലാം ധരിക്കുവാൻ ബെഞ്ചുകൾ ഈ ഐസ് പ്രതലത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. സ്കേറ്റിങ്ങിന് വേണ്ടി തയ്യാറെടുക്കുന്നവരെ നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. ഈ കനാലിൻ്റെ ചരിത്രം രേഖപ്പെടുത്തിയ ബോർഡുകൾ പല ഭാഗങ്ങളിലായി സ്ഥാപിച്ചിട്ടുണ്ട്. സഞ്ചാരികൾക്ക് വേണ്ടി നിർമ്മിച്ച പാലവും അതിൽ നിന്നുള്ള കാഴ്ചകളുമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. മഞ്ഞ് പാളികളുടെ മുകളിലൂടെ സ്കേറ്റിംഗ് നടത്തുന്നവർ,
മഞ്ഞ് പാളിയുടെ മുകളിലൂടെ വാഹനം ഓടിച്ചു പോകുന്നവർ, അതിശയം തോന്നാറുണ്ട്. ഏകദേശം 5 അടിയോളം കനത്തിൽ മഞ്ഞ് പാളി ഉണ്ട് എന്ന് നമുക്ക് ഇതിൻ്റെ ചരിത്രങ്ങളും ഇതിൻ്റെ രേഖകൾ പരിശോധിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളുമായി സ്കേറ്റിംഗ് നടത്തുന്ന ആളുകൾ മഞ്ഞ് പാളികളിലൂടെ സ്കേറ്റിംഗ് നടത്തുന്നവർ മാത്രമല്ല, വാഹനം ഓടിക്കുന്നവർ മാത്രമല്ല, നടന്ന് പോകുന്നവരും ധാരാളമായിട്ടുണ്ട്. മഞ്ഞ് പാളിയുടെ മുകളിലൂടെ നടന്നു വരുന്ന ഒരു സ്ത്രീയെ നമുക്ക് കാണാവുന്നതാണ്. ഈ ഐസ് പാളിയുടെ മുകളിലൂടെ കുതിരയോട്ട മത്സരവും നടത്താറുണ്ട്. ഈ കനാലിൻ്റെ മറ്റൊരു പ്രത്യേകത എന്നുള്ളത്, ഇപ്പോൾ നാം കാണുന്നത് പോലെ ഈ കനാലിൻ്റെ കുറുകെ വാട്ടർ ലോക്ക് സ്ഥാപിച്ചിട്ടുണ്ട്. ഏകദേശം 46 വാട്ടർ ലോക്കുകളാണ് ഈ കനാലിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് കനാലിലെ ജലനിരപ്പിലുള്ള വ്യത്യാസം ക്രമീകരിച്ച് കപ്പലുകളെയും ബോട്ടുകളെയും മുകളിലേക്കും താഴേക്കും ഉയർത്തുവാനോ താഴ്ത്തുവാനോ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ഇത്. അപ്രകാരം വെള്ളം ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്തുകൊണ്ട് ബോട്ടുകളെ താഴേക്കും മുകളിലേക്കും ഒഴുക്കുന്നതായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. മുകളിലേക്ക് വെള്ളം ഒഴുക്കുവാൻ 272 അടി വെള്ളം ഉയർത്തണം. വെള്ളം താഴേക്കൊഴുക്കുവാൻ 164 അടി താഴ്ത്തുകയും ചെയ്യണം. ഈ വെള്ളം ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നത് മാനുവലായിട്ട് തന്നെ ആകുന്നു. വിനോദസഞ്ചാരികളുടെ ബോട്ടുകളാണ് അധികവും ഈ കനാലിലൂടെ മുമ്പോട്ടും മുകളിലേക്കും താഴേക്കും പോകുന്നത്. ദിനംപ്രതി 1000-ൽ അധികം പേർ ഈ കനാൽ സന്ദർശിക്കുന്നുണ്ട് എന്നുള്ളത് രേഖപ്പെടുത്തിയിരിക്കുന്നു.
ഈ കനാലിനെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി വേർതിരിച്ചിരിക്കുന്നു. ഇതിന്റെ നിയന്ത്രണം നാഷണൽ ക്യാപിറ്റൽ കമ്മീഷനാണ്. കാനഡ രാജ്യത്ത് മഞ്ഞുകാലത്ത് സന്ദർശിക്കുന്നവർ തീർച്ചയായും പ്രകൃതിയുടെ ഈ മനോഹര പ്രതിഭാസം കാണുവാൻ മറക്കരുത്. ഈ രാജ്യത്തിൻ്റെ ചരിത്രപരമായ ഒരു പൈതൃകം കാണുവാനും മനസ്സിൽ സൂക്ഷിക്കുവാനും ലഭിക്കുന്ന ഒരു സമയമായി ഈ വിൻ്റർ കാലം തീരണം. ഏവർക്കും നന്ദി.